എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2-ാം ദിവസമാണ്. താല്പര്യമുള്ളവർക്ക് ഇന്ന് രാവിലെ 10:30 കടന്നു വരാം. അല്ലാത്തവരും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ 1 മിനിറ്റിൽ താഴെ ഓഡിയോ മെസ്സേജായിട്ട് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളെ മൂടട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ ദൈവവചന ധ്യാനം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ. റോമാലേഖനം നമ്മളിപ്പോൾ 8-ാം അധ്യായത്തിൽ തുടരുകയാണ്. നമ്മൾ പ്രത്യാശയുള്ളവരാണ്, വലിയ പ്രതീക്ഷകളുള്ളവരാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന വാക്യം റോമാലേഖനം 8-ന്റെ 18 നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. മുന്നിൽ വരുന്ന വലിയ വിഷയങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടിയില്ലാത്തതിൻ്റെ കാരണം നമുക്ക് വരാൻ പോകുന്നത്, നമുക്കുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ടാണ്. ഒരു ചൊല്ലിങ്ങനെയുണ്ട്: പൂച്ചയെ നോക്കി എലി ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എലി തൻ്റെ അരികിൽ ഒരു മാളം കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂച്ച ഓടി എത്തുന്നതിന് മുമ്പ് എനിക്കെൻ്റെ മാളത്തിൽ കയറാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് എലി പൂച്ചയെ നോക്കി ചിരിക്കുന്നതെന്നാണ് ഒരു ചൊല്ല്. അപ്പം ഇതുപോലെ നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ടെന്നും നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും അതിലേക്ക് കയറാമെന്നും അത് നമ്മുടെ സ്വന്തമാണെന്നും ഒക്കെയുള്ള ഒരു ധൈര്യമാണ് ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി തരുന്നത്. ഒന്നുകൂടി അത് വായിക്കാം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒന്ന്, ഈ ഭൂമി എൻ്റേതല്ല, ഞാൻ ഇവിടത്തുകാരനല്ല, എൻ്റെ പേര് സ്വർഗത്തിലാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്. എന്നെ ചേർക്കാൻ സ്വർഗത്തിൽ നിന്ന് യേശു വരും. ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകും. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അധികം നാൾ എന്നെ പിടിച്ചു വെക്കില്ല. മരണത്തിന് എന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല, രോഗത്തിന് എന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒന്നിനും, ഇന്ന് നിങ്ങൾ നേരിടുന്ന ഒരു വിഷയത്തിനും നിങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം അറിയാമോ? എല്ലാ പ്രതിസന്ധികൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിലെ ബ്രെഡിനും മുട്ടയ്ക്കും മാത്രമല്ല, പാലിൻ്റെ പാക്കറ്റിൽ മാത്രമല്ല എക്സ്പയറി ഡേറ്റ് ഉള്ളത്. നമ്മൾ നേരിടുന്ന എല്ലാ വിഷയത്തിനും ഒരു കാലാവധിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും. ജോസഫിൻ്റെ ജീവിതത്തിൽ 10-13 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രതികൂലത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. പിന്നീട് അവനെ ജയിലിൽ നിന്ന് ക്ഷൗരം ചെയ്യിച്ച്, ഷേവ് ചെയ്യിച്ച്, മുടിവെട്ടി, പുതിയ രാജാവിൻ്റെ മുൻപിൽ നിൽക്കാൻ പറ്റിയ വസ്ത്രം ധരിപ്പിച്ച് രാജകൊട്ടാരത്തിൽ നിർത്തി. അന്ന് തന്നെ അതേ വസ്ത്രം അവൻ്റെ ജീവിതത്തിൽ മാറി. നേർമയുള്ള രാജകീയ വസ്ത്രത്തിലേക്ക് അന്ന് തന്നെ അവൻ മാറ്റപ്പെടുകയാണ്. എന്നാൽ അവൻ്റെ അപ്പൻ തയ്ച്ചു കൊടുത്തൊരു വസ്ത്രമുണ്ട്, നല്ല വർണ്ണ നിലയങ്കി. അത് കുറച്ച് നാളിട്ടു, അത് സഹോദരന്മാർ ഊരിയെടുത്ത് കീറിക്കളഞ്ഞു. അത്രയും അരിശമായിരുന്നു അവർക്ക്. അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. അടിമച്ചന്തയിൽ നഗ്നനായി നിൽക്കുന്ന, അടിവസ്ത്രം മാത്രം ഇട്ട് നിൽക്കുന്ന ജോസഫ് പിന്നീട് പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാര്യസ്ഥൻ എന്ന നിലയിൽ കിട്ടിയ ഒരു വസ്ത്രമുണ്ട്, പോത്തിഫർ കൊടുത്ത വസ്ത്രം. അത് കുറച്ച് നാളുണ്ടായിരുന്നു. ആ വസ്ത്രത്തിൽ പോത്തിഫറിന്റെ ഭാര്യ കയറി പിടിച്ചു. അതിൻ്റെ പകുതി അവിടെ ഇട്ടേച്ച് ജോസഫ് അവിടെ നിന്നോടി. അതിൻ്റെ പേരിൽ അവൻ ജയിലിൽ ചെന്നു. അവിടെ വെച്ച് അവനെ ജയിൽ വസ്ത്രം, നീണ്ട വർഷങ്ങൾ ഒരു ജയിൽ പുള്ളിയുടെ വസ്ത്രം,
വന്ന എല്ലാവരും ധരിക്കുന്ന അതേ വസ്ത്രത്തിൽ അവനുമായി, യാതൊരു തെറ്റും ചെയ്യാത്തവൻ. എന്നാൽ ഫറവോ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമെല്ലാം മാറ്റിമറിച്ചു. അന്ന് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി എന്ന ഒരാൾ, അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ജോസഫ് പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനം പോലെ അവൻ തിരിച്ച് രാജസന്നിധിയിൽ വരുമെന്ന് പറഞ്ഞ കാര്യം ഓർത്തു. അവൻ രാജാവിനോട് ആ കാര്യം പറഞ്ഞു. രാജാവ് അവനെ വിളിപ്പിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം അന്ന് മാറി. 24 മണിക്കൂർ മാത്രമേ ആ വസ്ത്രത്തിന് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ കൊടുത്തതിന് കുറച്ച് നാൾ കാലാവധി ഉണ്ടായിരുന്നു. പോത്തിഫേറിന്റെ വീട്ടിലെ വസ്ത്രത്തിന് കുറച്ച് നാൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു. ജയിലിൽ കൂടുതൽ കാലം അവൻ കഴിയേണ്ടി വന്നു. അവിടെ മറ്റൊരു വസ്ത്രം. എന്നാൽ 24 മണിക്കൂർ മാത്രം ധരിച്ച ഒരു വസ്ത്രമുണ്ടായിരുന്നു. രാജാവിൻ്റെ മുൻപിൽ നിൽക്കാൻ പറ്റിയ ഒരു വസ്ത്രം. ആ വസ്ത്രം സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചും ജ്ഞാനം ഉപദേശിച്ചും രാജാവിന് പദ്ധതിയും പ്ലാനും പറഞ്ഞു കൊടുത്തതോടുകൂടി രാജാവ് ഇവനെ ദൈവാത്മാവുള്ളവനായി കണ്ടിട്ട് ഇവൻ്റെ വസ്ത്രം മാറ്റി രാജാവിന് രണ്ടാമനാക്കി. രാജാവിൻ്റെ തേരും രാജാവിൻ്റെ മോതിരവും രാജകീയ ജീവിതത്തിലേക്കും അവൻ മാറി. എക്സ്പയറി ഡേറ്റുകൾ നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ജോസഫിനെ പോലെ വിശ്വസ്തരാകണമെന്ന് മാത്രം. ജോസഫിനെ പോലെ എങ്ങു നിന്ന് ഓടിപ്പോകരുത്, എവിടെ നിന്ന് ഓടരുത്. ഓടിയാൽ ഒനോസിമോസിനെ പോലെ ഓടണം. അവൻ്റെ ഓട്ടം നേരെ അവനെ ജയിലിൽ കൊണ്ടുവന്നു. ആ ഓട്ടം അവനെ ജയിലിൽ കൊണ്ടുവന്നപ്പോൾ കൃത്യമായിട്ട് അവൻ കയറിയത് പൗലോസ് കിടക്കുന്ന സെല്ലിലാണ്. അതുകൊണ്ട് അവന് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവദാസനായി മാറാൻ കഴിഞ്ഞു. ഓടിയാൽ ഒനോസിമോസിനെ പോലെ ഓടണം, അല്ലെങ്കിൽ ജോസഫിനെ പോലെ ക്ഷമയോടെ നിൽക്കണം. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നമുക്ക് പ്രത്യാശയുടെ വക ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില വസ്ത്രങ്ങൾ കുറേ കാലം, നിന്ദയുടെ വസ്ത്രം കുറേ കാലം, പരിഹാസത്തിൻ്റെ വസ്ത്രം കുറേ കാലം, അപമാനത്തിൻ്റെ വസ്ത്രം കുറേ കാലം, ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ അതിൻ്റെ സീസൺ കഴിയും, അത് പഴകും, എക്സ്പയറി ഡേറ്റ് വരും, അതിൽ നിന്ന് നീ പുറത്തു വരും. ഒരു പുഴു അതിൻ്റെ ആ പ്യൂപ്പ ദിശയിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ നിനക്കധികം കാലം ഒരു പുഴുവായി തുടരാൻ കഴിയില്ല. അധികം കാലം ഇല തിന്ന് ജീവിക്കാനും കഴിയില്ല. പുഴുവായിരുന്നപ്പോൾ നിനക്ക് ഇല തിന്ന് ജീവിക്കാം. എന്നാൽ ചിറകുള്ള പൂമ്പാറ്റയായി മരങ്ങൾക്ക് മീതെ പറന്ന് പൂക്കളുടെ മധുരം രുചിക്കുന്ന ഒരു സീസൺ നിനക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ചിത്രശലഭത്തിൻ്റെ ചരിത്രത്തിലൂടെ എനിക്കും നിനക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എന്നുള്ള സത്യം അറിയണം. എന്തുകൊണ്ട് സ്തെഫാനോസ് പേടിച്ചില്ല? എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ പേടിച്ചില്ല? എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് എന്തുകൊണ്ട് പറഞ്ഞു? അവർക്കറിയാം ഇതിനെല്ലാം, ഈ കഷ്ടങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. എല്ലാ പ്രതികൂലത്തിനും ഒരു സീസണുണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ പറയുന്നത് എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കരയാൻ ഒരു കാലമെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കില്ല, ചിരിക്കാനൊരു കാലം വരും. നടാനൊരു കാലം, നടുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണ്, അത് മണ്ണിനടിയിലാകുകയാണ്, ഇരുട്ട് മൂടുകയാണ്. എന്നാൽ അത് വെളിച്ചം കണ്ട് വളർന്ന്
ഒരു വലിയ വൃക്ഷമായി ഫലം കായ്ക്കുന്ന ഒരു കാലമുണ്ടാകും. നട്ടത് പറിക്കുവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം. ഇന്നുള്ളത് നഷ്ടപ്പെട്ടതുപോലെ നിന്നാ വിഷയമാകുന്ന ഒരു കീറലിന്റെ കാലം, എന്നാൽ തുന്നുന്ന കാലം. ആര് കീറിയോ അവര് തന്നെ തുന്നുന്ന ഒരു സമയം വരും. ആര് നിന്ദിച്ചുവോ അവര് വന്നിക്കുന്ന ഒരു സീസൺ. എവിടെ നീ കരഞ്ഞുവോ അവിടെ മാനിക്കപ്പെടുന്ന ഒരു സീസൺ. അതുകൊണ്ട് നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന നിത്യ തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് മരണാനന്തര നിത്യത മാത്രമേ മനസ്സിൽ വരൂ. അല്ല, ജോസഫിന് വെളിപ്പെട്ട തേജസ് കൊട്ടാരത്തിലാണ്. ദാവീദിന് വെളിപ്പെട്ട തേജസ് അതാ സഹോദരന്മാരുടെ നടുവിലാണ്. മാന്യത. ദൈവം യോശുവയോട് പറഞ്ഞു, നിന്നെ ഞാൻ എല്ലാവരും കാണുകെ മഹാനാക്കും. അതുപോലെ തന്നെ എല്ലാവരും കാണുകെ അവനെ മഹാനാക്കി, ബഹുമാനമുള്ളവനാക്കി, തേജസ് ഉള്ളവനാക്കി, മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനമുള്ളവരാക്കി മാറ്റുന്ന ഒരു കർത്താവ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ഇതൊന്നുമില്ല, മരണത്തിനപ്പുറമേ ഉള്ളൂ. അല്ല, എവിടെ നീ കരഞ്ഞുവോ, എവിടെ നീ നിലവിളിച്ചുവോ അവിടെ തന്നെ. എന്തുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ച കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഭൂമിയിൽ തരുന്നത്? അതായത് ഈ ഭൂമിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നതും തരിപ്പണമായതും വേദനിച്ചതും. അതേ ഭൂമിയിൽ രാജാക്കന്മാരായി വാഴണമെന്നുള്ളത് കർത്താവിൻ്റെ നിശ്ചയമാണ്. അങ്ങനെ 1000 ആണ്ട് വാഴുന്ന കാലത്ത് സ്ത്രീയും പുരുഷനുമില്ല, എല്ലാവരും ദൈവദൂതന്മാരെ പോലെ, യേശുവിനെ പോലെ ഇവിടെ വാഴുന്ന ഒരു കാലമാണ്. നിങ്ങൾ കരഞ്ഞെടുത്ത്, നിങ്ങൾ നിലവിളിച്ചെടുത്ത് അവിടെ തന്നെ. അതുകൂടാതെ തന്നെ ഈ ഭൂമിയിൽ 100 മടങ്ങ് അനുഗ്രഹം, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. അപ്പം ഈ ഭൂമിയിൽ ഉപദ്രവങ്ങളോടുകൂടെ തന്നെ 100 മടങ്ങ് അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ അനുഗ്രഹങ്ങളെ മാത്രം വിചാരിച്ച് ജീവിക്കാതെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ പിൻപറ്റിയാൽ നന്മയും കരുണയും നിന്റെ പുറകെ നിന്റെ ആയുഷ്കാലം മുഴുവൻ വരും. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന് 1 പത്രോസ് 3:9 പറയും. നാം അനുഗ്രഹിക്കപ്പെടാനുള്ളവരാണ്. എന്നാൽ കഷ്ടങ്ങളെ ഓർക്കരുത്, വരുവാനുള്ള നിത്യ തേജസ്സിനെ വിചാരിക്കണം. കഷ്ടങ്ങളെ വിചാരിക്കുന്നവൻ തളരും, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കില്ല. എന്നാൽ ഭാവിയെ നോക്കണം, ഒരു കൊയ്ത്തുകാലത്തെ കാണാൻ കഴിയണം. കഷ്ടങ്ങളെ അല്ല വിചാരിക്കേണ്ടത്, നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. അല്ലെങ്കിലോ കഷ്ടങ്ങളെല്ലാം പർവ്വതീകരിച്ചു വലുതായിട്ട് കഷ്ടങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? എഴുന്നേറ്റാൽ സാക്ഷ്യം പറഞ്ഞാൽ മൊത്തം കഷ്ടപ്പാടുകൾ. ദൈവം എത്ര അനുഗ്രഹിച്ചാലും അതിനകത്തൊരു 100 കഷ്ടം തിരഞ്ഞു പിടിച്ച് കരഞ്ഞ് സാക്ഷ്യം പറയുന്ന, എന്നാൽ നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന നിത്യ തേജസ്സാണ് വിചാരിക്കണം. നമുക്ക് വരാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ വിചാരിക്കണം. നമുക്കുണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധി വിചാരിക്കണം. നമ്മുടെ ചിന്തയിൽ ഒരിക്കലും കഷ്ടത്തെ വിചാരിക്കരുത്. ഇതിനെ വിചാരിച്ചാൽ നാം തളരും. എന്നാൽ നാം വിചാരിക്കേണ്ടത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അതിനപ്പുറമുള്ള അഭിവൃദ്ധികളെ വിചാരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നു. അതാണ് നമ്മിൽ വെളിപ്പെടാനുള്ള നിത്യ തേജസ്. വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. തേജസ് വിചാരിക്കണം. നമുക്കുണ്ടാകാൻ പോകുന്ന മാന്യതകൾ വിചാരിക്കണം. ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നു എന്ന് വായിക്കും പോലെ നല്ല കാര്യങ്ങൾ വിചാരിക്കണം. യാക്കോബ് റാഹേലിനെ സ്നേഹിക്കുക കൊണ്ട് അവന് കഷ്ടപ്പാട് അല്പകാലം എന്ന പോലെ തോന്നി. 7 വർഷം ഒന്നുകൂടി
റാഹേലിന് വേണ്ടി ലാബാനെ സേവിക്കണം. എന്നാൽ അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി. ആ സന്തോഷം, റാഹേലിലുള്ള സന്തോഷം, അവൻ്റെ കഷ്ടപ്പാടുകൾ നിസ്സാരമായിട്ട് അവന് തോന്നി. ഇതുപോലെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിലാണെങ്കിൽ വിഷമങ്ങളെല്ലാം നിസ്സാരമായിട്ട് എണ്ണാൻ നമുക്ക് കഴിയും. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. യേശു കർത്താവേ, ഇന്ന് കേട്ട വചനം പോലെ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ ഫോക്കസ് ചെയ്യാതെ വരുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, അങ്ങ് വെച്ചിരിക്കുന്ന ഉയർച്ചകൾ, അങ്ങ് വെച്ചിരിക്കുന്ന വാഗ്ദത്ത നിവർത്തികൾ, നിത്യത, അങ്ങ് വെച്ചിരിക്കുന്ന അഭിവൃദ്ധികൾ, അതിൽ ഫോക്കസ് ചെയ്ത് സ്തെഫാനോസിനെ പോലെ, പൗലോസിനെ പോലെ, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കുമെന്ന് ക്രൂശിലെ കള്ളനോട് കർത്താവ് പറഞ്ഞതുപോലെ, എല്ലാ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമാണല്ലോ. ഇന്ന് ഭൂമിയിലുള്ളവർ മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ വഴിതെറ്റി അലയുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഫോക്കസ് തന്നതിനായിട്ട് നന്ദി. ഈ സത്യത്തിൽ ജീവിച്ച് ഞങ്ങൾക്ക് മുൻപിലുള്ള വലിയ നന്മകളെ എണ്ണുന്ന ഒരു നല്ല ശീലം ഞങ്ങൾക്കുണ്ടാകട്ടെ. കഷ്ടപ്പാടുകളെ ചിന്തിക്കാതെ, ഇന്നുള്ള പ്രശ്നങ്ങളെ ചിന്തിക്കാതെ, പരിഹാരങ്ങളെ കണ്ട് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അധികം കൃപ നമ്മൾക്ക് നൽകും. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസമാണ്. രാവിലെ 10:30 നമുക്ക് പ്രാർത്ഥനയുണ്ട്. 3 ദിവസത്തെ ഈ പ്രാർത്ഥനയുടെ 2-ാം ദിവസത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നാളെ ഒരുമിച്ച് കൂടാം. God bless you.
സർവശക്തനെ